പേഴ്സണൽ ക്വസ്റ്റൻ ആണ്. അതായത് കോൺഗ്രസിലെ മറ്റ് നേതാക്കൾ വിളിച്ചു എന്ന് ഇന്നലെ പറഞ്ഞു. ഇപ്പോൾ എം ഹസൻ അടക്കമുള്ളവർ വിളിച്ചതിനെക്കുറിച്ച് ഇന്നലെ അനിൽ ആന്റണി പറഞ്ഞത് ഞാൻ കേട്ടു. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഈ കാര്യം താങ്കൾ പോകുന്നു എന്ന വിവരം പറഞ്ഞപ്പോൾ അവരെങ്ങനെയാണ് പ്രതികരിച്ചത്? ഇപ്പോൾ കെ സി വേണുഗോപാൽ അടക്കമാണ് ഞാൻ ചോദിച്ചത്. കെ സി വിളിച്ചു? ഞാൻ വ്യക്തിപരമായി ഞാൻ പഴയ കാര്യമാണ്, പക്ഷെ ഒരുപാട് പറഞ്ഞ ഞാനുമായിട്ട് സംസാരിച്ചപ്പം അതൊരു ദിവസം മുമ്പ് കാര്യം മാധ്യമങ്ങൾ ഞാൻ ആരോടൊന്നും പറഞ്ഞൊന്നുമില്ല, പക്ഷേ ബ്രേക്കിംഗ് ന്യൂസൊക്കെ ആയിട്ട് 2-3 ദിവസം മുമ്പേ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പം ഓരോരുത്തരും വിളിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് പേർക്ക് വിഷമവും ദേഷ്യവും എല്ലാം ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം വളരെ വ്യക്തമായി ഒരുപാട് ചിന്തിച്ച് എടുത്തൊരു തീരുമാനമാണ്. കാര്യം എൻ്റെ വിശ്വാസം ഇന്ന് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇപ്പം ശ്രീ നരേന്ദ്രമോദി എന്നുള്ള ഒരു ജനറേഷണൽ ലീഡറാണ്. അദ്ദേഹത്തിന് ക്ലിയർ ആയിട്ടുള്ളൊരു വിഷനുണ്ട്. ഇപ്പോൾ അടുത്ത 25 വർഷത്തിനുള്ളിൽ ഇന്നുള്ള ഇന്ത്യ ഇന്ന് തന്നെ വളരെ ശക്തമായ ഒരു രാജ്യമാണ്. ആ രാജ്യത്തെ അടുത്ത 25 വർഷത്തിലൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പ് tier 1 കൺട്രി, അതായത് ഒരു മൾട്ടിപോളാർ വേൾഡിലെ ഒരു tier 1 കൺട്രി, ഇപ്പം അമേരിക്കയുടെയും ചൈനയുടെയും ഇപ്പം ഒരു ലോകത്ത് പക്ഷേ അതിനേക്കാൾ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വിശ്വഗുരുവാക്കി മാറ്റുക, അങ്ങനെ ഒരു കോൺസെപ്റ്റും ഒരു വിഷനുമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ ഡിജിറ്റൽ സെക്ടറിലും പോളിസി സ്പേസിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ഡിജിറ്റൈസേഷനൊക്കെ കഴിഞ്ഞ 10 വർഷം ഇന്ത്യയിൽ നടന്ന പോലത്തെ ഒരു മാറ്റം മറ്റൊരിടത്തും കണ്ടിട്ടില്ല. അപ്പം ഇങ്ങനത്തെ എൻ്റെ സ്കിൽസും എക്സ്പെർട്ടീസും ഒക്കെ ഉപയോഗിച്ച് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാനും ജനങ്ങൾക്ക് ചെയ്യാനും ഒരു പ്ലാറ്റ്ഫോം അപ്പം ഞാൻ വ്യക്തമായി എടുത്തൊരു തീരുമാനമാണ്. അങ്ങനെ ഞാൻ പക്ഷേ പലരും അത് നന്നായിട്ട് എടുത്തിട്ടില്ല. കാര്യം കഴിഞ്ഞൊരു വർഷമായിട്ടും ഇപ്പം പ്രത്യേകിച്ച് കോൺഗ്രസ് സൈബർ പോരാളികൾ എന്നൊക്കെ പറഞ്ഞ് കുറേ പേരിങ്ങനെ സൈബർ പോരാളികൾ വ്യക്തിഹത്യ നടത്തുമ്പോൾ അത് മനസ്സിൽ കുറേയൊക്കെ തട്ടില്ലേ? ഇത് എങ്ങനെയാണ് അതിജീവിക്കുന്നത്? എനിക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആരെന്ത് പറഞ്ഞാലും അനിൽ ആൻ്റണിക്ക് ഒരു മനസാക്ഷിയുണ്ട്, അനിൽ ആൻ്റണിക്ക് ഒരു വിഷനുണ്ട്, അനിൽ ആൻ്റണിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഡയറക്ഷനുണ്ട്. അതെങ്ങനെയായാലും നമ്മൾ ആ പാത പിന്തുടരും. കാര്യം അതെൻ്റെ ഒരു വിശ്വാസമാണ്. കാര്യം ഇപ്പോൾ ഏറ്റവും ഒടുവിലാണെങ്കിലും അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കഴിഞ്ഞ തവണ താങ്കൾ നടത്തിയൊരു പ്രസ്താവനയെ ഈ സൈബർ പോരാളികൾ എന്ന് പറയുന്ന വിഭാഗം അവർ വളരെ മോശമായിട്ട് അധിക്ഷേപിക്കുക മാത്രമല്ല വളരെ ഷാർപ്പായിട്ടുള്ള റിയാക്ഷൻസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ താങ്കളുടെ അച്ഛനെ അപമാനിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റേ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒരു മറുവശം ഞാനൊരു ദേശീയ പാർട്ടിയിലാണ്, ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയിലാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും നമുക്കൊരുപാട് പിന്തുണക്കാരുണ്ട്. ലോകത്തുള്ള ഇപ്പം ഇതിൻ്റെ വിമർശനത്തിൻ്റെ 10 ഇരട്ടി സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഓരോ ദിവസവും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും. അതുപോലെ പാർട്ടി നേതൃത്വം എന്നോട് വളരെ നല്ല രീതിയിൽ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇങ്ങനൊരു നിലപാട് തറയിൽ നിൽക്കുമ്പോഴേ സ്വാഭാവികമായും അച്ഛൻ വളരെ പ്രിയപ്പെട്ട ആളാണെന്ന് എനിക്കറിയാം. വ്യക്തിപരമായി ഇപ്പോഴും താങ്കൾക്ക് അത്രയും അധികം റെസ്പെക്റ്റും പൊളിറ്റിക്കലിയും പ്രൊഫഷണലിയും താങ്കൾക്ക് റെസ്പെക്റ്റ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോകുമല്ലോ, നിലപാടെടുക്കേണ്ടി വരുന്നു. പക്ഷേ അത് അച്ഛൻ്റെ രാഷ്ട്രീയ ലൈന് ഓപ്പോസിറ്റായൊരു നിലപാടാണ്. അപ്പോൾ അമ്മയുടെ ഒരു പിന്തുണയാണോ ഇതിനകത്ത് അതിനെ അതിജീവിക്കാൻ പ്രാപ്തമാക്കുന്നത്? അമ്മയ്ക്ക് എങ്ങനെ പൊളിറ്റിക്കൽ ഇല്ലല്ലോ, പേഴ്സണലി അത് അമ്മ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ ഇതിന് ശേഷം അമ്മ വിളിച്ചിരുന്നു, എലിസബത്ത് മാഡം വിളിക്കാറുണ്ട്. പക്ഷെ രാഷ്ട്രീയമൊന്നും അധികം വീട്ടുകാരുമായിട്ട് ചർച്ച ചെയ്യാറില്ല. അപ്പം അമ്മയായിട്ട് സൂക്ഷിക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഇപ്പം സാധാരണ ഇപ്പം വിളിക്കുമ്പോഴും ഇപ്പം ഹെൽത്ത് നോക്കണം, സമയത്ത് വെള്ളം കുടിക്കണം എന്നൊക്കെ പറയാറുള്ളൂ, വേറെ ഒന്നും പറയാറില്ല. ഇലക്ഷൻ എങ്ങനെയാണ് ഈ കോൺട്രവേഴ്സിക്ക് ശേഷം വിളിച്ചിരുന്നു അമ്മ? സംസാരിക്കാറുണ്ട്, റെഗുലറായിട്ട് സംസാരിക്കാറുണ്ട്. പക്ഷേ സാധാരണ പല കാരണങ്ങളാലും പൊളിറ്റിക്കൽ ടോക്ക് ഇപ്പോൾ അധികം അങ്ങ് അവോയ്ഡ്. അതിനുശേഷം നിങ്ങൾ ഈസ്റ്റർ ഒക്കെ വന്നല്ലോ, വീട്ടിൽ പോയിരുന്നല്ലോ? ഇതുവരെ ഞാൻ മണ്ഡലത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാനിത് പോയിട്ടില്ല. അതായത് നിങ്ങൾ എല്ലാവരും കൂടി ബ്രദറല്ലേ ഉള്ളത്? ബ്രദറും തിരുവനന്തപുരത്തുണ്ട്. ബ്രദർ തിരുവനന്തപുരത്ത്. അപ്പോൾ 4 പേരും ഒരുമിച്ച് ഒരു ഡൈനിങ് ടേബിൾ വന്നില്ല ഈ തെരഞ്ഞെടുപ്പിന് ശേഷം? വന്നപ്പം ഇല്ല. കാര്യം തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ ഈ മണ്ഡലത്തിൽ നിന്ന് ആകപ്പാടെ ഒരിക്കലും 2 ദിവസത്തേക്ക് ഡൽഹി പോയേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഈ മണ്ഡലത്തിൽ. അപ്പോൾ 4 പേരും ഒരുമിച്ച് കണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ഞാൻ ഡൽഹിയിലായിരുന്നു പോയത്. അപ്പം ഇനിയിപ്പം കാണും, ഉടനെ തന്നെ കാണും. അതിനെ കുഴപ്പം വ്യക്തിപരമായ ഒരു പ്രശ്നമില്ല. വ്യക്തിപരമായി എനിക്ക് ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ളവർ തന്നെയാണ്. എൻ്റെ കുടുംബം ഏറ്റവും എൻ്റെ പ്രിയപ്പെട്ടവരാണ്. പക്ഷേ ഇന്ന് ഈ മണ്ഡലം പ്രത്യേകിച്ച് ഇത്രയും കവർ ചെയ്യാനുള്ളതാണ്. എല്ലാ ദിവസവും രാവിലെ 7 തൊട്ട് 12 മണി വരെ പ്രോഗ്രാംസാണ്. അത് കാരണം ഞാൻ ഒരു ദിവസം പോലും ഇവിടെ നിന്ന് ഇറങ്ങരുതെന്ന് വിചാരിച്ച് തന്നെയാണ് ഇവിടെ വന്നത്. നിങ്ങളുടെ വീട്ടിൽ തന്നെ 4 വോട്ടുകളുണ്ട്. പക്ഷേ 4 ഇപ്പോൾ യഥാർത്ഥത്തിൽ പത്തനംതിട്ട മണ്ഡലത്തിലല്ല അല്ലേ? അച്ഛൻ്റെയും അമ്മയുടെയും വോട്ട് ഡൽഹി തന്നെയാണ്? അല്ല, ട്രിവാൻഡ്രത്താണ്. എല്ലാവരും 3 പേരുടെ വോട്ട് തിരുവനന്തപുരത്താണ്. ഞാനിപ്പോൾ വോട്ട് അവിടെയാണ്. അപ്പം എൻ്റെ ഒരു ചോദ്യമാണ്, കുസൃതി ചോദ്യമായിട്ട് കണ്ടാൽ മതി. പത്തനംതിട്ടയിലായിരുന്നെങ്കിൽ ഈ 4 പേരിൽ എത്ര വോട്ട് കിട്ടുമായിരുന്നു? ആരുടേതാണെന്ന് പറയണ്ട, താങ്കളുടെ വോട്ട് ഉറപ്പാണ്. ഇനി ബാക്കിയുള്ള 3 പേരുടെ വോട്ടിൽ എത്ര പേര് കിട്ടുമായിരുന്നു? ഇന്ന് അത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ഏകദേശം ആര് ചെയ്യുമെന്ന് പറയണ്ട. ഞാൻ 3-ൽ എത്ര വോട്ട് കിട്ടുമായിരുന്നു? ഞാൻ എല്ലാം പ്രതീക്ഷിക്കും.
That's good. That's the seasoned political response. എല്ലാം പ്രതീക്ഷിക്കും, അത് വേണമല്ലോ സ്വാഭാവികമായും. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. താങ്ക് യു അനിൽ. അപ്പോൾ വളരെ പോസിറ്റീവായ ഒരു കാൻഡിഡേറ്ററായിട്ട് താങ്കൾക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു.